അങ്ങനെ അവിടുന്നും കിട്ടി 1000 രൂപ. അവര് വലിയ കാശുകാരന്റെ ഭാര്യയല്ലേ, പിന്നെന്തിനാ റൂട്ട് തെറ്റിപ്പോയത്? നിന്റെ വയറ് കത്തിയപ്പം നിന്റെ റൂട്ട് തെറ്റി, അവളുടെ കൊഴുപ്പ് കത്തിയപ്പം അവളുടെ റൂട്ട് തെറ്റി. എന്നിട്ട് ഇവരോട് ചാരിത്രശുദ്ധിയെ കുറിച്ച് ചോദിച്ചേ. 24 മണിക്കൂറും ശ്വാസം വിടാവുന്ന പ്രശ്നം എന്താ? എങ്ങനെയുണ്ട് പറയട്ടെ. ഒരു പാർട്ടി എന്റെ കൂടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു പാർട്ടി അകത്തേക്ക് കയറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഷോക്ക് അടിച്ച പോലായി. അതെന്താ? അവർ രണ്ടുപേരും അച്ഛനും മോനുമായിരുന്നു. വലിയ ബഹളം നടന്നാണല്ലോ. ആ പിന്നെ എന്തുകൊണ്ടാന്നറിയാമോ? എന്റെ വീട്ടിൽ വന്നതിനൊന്നുമല്ല, അച്ഛനേക്കാൾ മോന് 5 രൂപ കൂട്ടി തന്നുപോയി. ഞാൻ വേറൊരു കഥ ഓർത്ത് ചിരിച്ചു പോയതാ. എന്റെ അടുത്തോടെ പറഞ്ഞിട്ട് ചിരിക്കുന്നു. വേണ്ട, വൃത്തികേടാ. ഓ, വല്ലാത്ത വൃത്തികേട്, ഞാൻ കാണാത്തത്. കേട്ട് കഴിഞ്ഞു പിന്നെ വൃത്തികേടാണെന്ന് പറയരുത്. ഇല്ലില്ല, പറയാനേ. ഇതിനേക്കാൾ അശ്ലീലം എനിക്കറിയാം. കേക്കട്ടെ, വേണ്ട പറയാൻ. എന്തിനാ മറിയ നീ അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞുകൂടുകയാണ്. വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ യാചിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും ഇവിടെ കിട്ടില്ല. വണ്ടിനെ പിടിച്ച് തീപ്പെട്ടിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എന്റെ ഈ വെപ്പാട്ടി ജീവിതം. പിന്നെ പലരുടെ മുമ്പിൽ പല്ലടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല. അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു. സമയത്തിന് ആഹാരം, ഇഷ്ടം പോലെ ഉടുപ്പ്, എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത, ഇതിൽ കൂടെ നിനക്ക് എന്താണ് വേണ്ടത്? എന്ന് നീ പിറുപിറുക്കാൻ തുടങ്ങിയോ അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ല. പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുക്കെടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. എനിക്കതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയോടെ അയാൾ കുടുംബം നടത്തുന്നു. നമുക്കും അങ്ങനെ ജീവിച്ചാലെന്താ? അതെ, പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ദേഷ്യപ്പെടാതെ. എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ. അപ്പോ ചെലവ്? എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം, നേർച്ച, ദാനധർമ്മം എന്തെങ്കിലും 100 രൂപ ചെലവാകും. മീറ്റിംഗ്? അതെ, ഒന്ന് ശ്രദ്ധിക്കാം. നല്ലതുപോലെ പ്രസംഗം കഴിഞ്ഞാ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇനി ഏതവനെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, ഇടിച്ച് അവന്റെയൊക്കെ പല്ല് ഞാൻ കുഴിക്കും.
കുറച്ചിരിക്കും. ഞാനിപ്പ വരാം. നീ എവിടെ പോയി? പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ. പക്ഷെ ഞാനിപ്പോ കഴിച്ചില്ല. നീ വാ. ഇരിക്ക്. ആ, ഇരിയടി കഴിഞ്ഞു. പിന്നെ. ആഹാ. പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഇതാര് വേലു? എന്താടോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നു? എടാ, ഇനി മേലാൽ ഈ വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല. മാലതേ, മാലതേ, മാലതേ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ദ്രോഹി, നിനക്ക് എന്റെ വയറ്റത്ത് തന്നെ അടിക്കണം. നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ വെപ്പാട്ടിയായിട്ട് വെക്കാൻ? ഭാര്യയായിട്ട്, ഭാര്യയായിട്ട് മനസ്സിലായി നിനക്ക്? നിന്നെ ഞാൻ കണ്ടോളാം.